ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇതൊരു ചെറിയ കുക്കിംഗ് വീഡിയോ ആണ്. മാത്രമല്ല എൻ്റെ ആദ്യത്തെ വീഡിയോയും കൂടിയാണ്. അതിനാൽ തെറ്റുകൾ കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കാം. വളരെ എളുപ്പത്തിൽ 2 ഐറ്റങ്ങൾ കൊണ്ട് മാത്രം ചിക്കൻ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണത്. അതിന് വേണ്ടിയിട്ട് ചെറിയ ഉള്ളിയും വറ്റൽമുളകും മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. വറ്റൽമുളക് ഞാനൊരു 10 എടുത്തിട്ടുണ്ട്. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എടുക്കാം. വറ്റൽമുളക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഈ ഒരു രീതിയിൽ കിട്ടിയാൽ മതി. അതുപോലെ തന്നെ ചെറിയ ഉള്ളി ഇടിക്കുന്ന കല്ലിലിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക. ചതച്ച് എടുക്കേണ്ട ആവശ്യമില്ല. പൊട്ടിച്ച് ഈ ഒരു രീതിയിൽ പൊട്ടിച്ചെടുത്താൽ മാത്രം മതിയാകും. ചട്ടി ചൂടാകുമ്പോൾ എണ്ണ ഒഴിക്കുന്നത്. എണ്ണ ഒഴിച്ചിട്ട് കടുകൊന്നും പൊട്ടിക്കുന്നില്ല. കടുക് പൊട്ടിക്കേണ്ട ആവശ്യമില്ല. ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഉള്ളി ചതച്ച് വെച്ചിട്ടുള്ള ഉള്ളി ഇട്ട് വഴറ്റിയെടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ചെറിയ ഉള്ളി ഒരു ഗോൾഡൻ കളറൊക്കെ ആകാൻ തുടങ്ങുമ്പോഴത്തേന് പൊടിച്ച് വെച്ചിട്ടുള്ള മുളക് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. മുളക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കും. ഇല്ലെങ്കിൽ ചിലപ്പോൾ മുളക് അടുക്കി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. രണ്ടും നന്നായിട്ട് ഇളക്കി നല്ല രീതിയിൽ ഗോൾഡൻ കളറായി കഴിയുമ്പോഴത്തേന് അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക. കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ഈ സമയത്ത് ചേർക്കാം. ഉപ്പും കൂടി ചേർത്തിട്ട് അത് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കുക. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കണം. വെള്ളം ഒട്ടും ചേർക്കാൻ പാടില്ല. വെള്ളം ഒട്ടും ചേർക്കേണ്ട ആവശ്യമില്ല. ചിക്കനകത്ത് തന്നെ വെള്ളം ഇറങ്ങും. അപ്പോൾ പിന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. കണ്ടില്ല, ഞാനൊട്ടും വെള്ളം ചേർത്തിട്ടില്ല. അതിന് ചിക്കനകത്ത് തന്നെ ഇറങ്ങിയിട്ടുള്ള വെള്ളമാണത്. ഇതിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് അടച്ച് വെക്കാം കുറച്ച് നേരം. കറിവേപ്പിലയുടെ ഒരു മണം കിട്ടാൻ വേണ്ടിയിട്ടാണ് കറിവേപ്പില ഇട്ടിട്ട് അടച്ച് വെക്കുന്നത്. ഇതിപ്പോൾ ചോറിൻ്റെ കൂടെ തന്നെ കഴിക്കണമെന്നൊന്നുമില്ല. എന്തിൻ്റെ കൂടെ വേണേലും സൈഡായിട്ട് കഴിക്കാം. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. താങ്ക് യു.